ഇങ്ങനെ അഭിനയിക്കാൻ എനിക്കിനി വയ്യ അശോക്. എന്നെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് പോന്നീ. അഖിലേട്ടൻ എന്നെ സ്നേഹം കൊണ്ട് മൂടുകയാണ്. ഏതൊരു പെണ്ണിനും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ തൻ്റെ ഭർത്താവിനെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ബോധ്യം അവളിൽ കുറ്റബോധം ഉണർത്തിയിരുന്നു. ആദ്യമായാണവൾ താലി കെട്ടിയവനെക്കുറിച്ച്, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്, അതും തൻ്റെ പഴയ കാമുകനോട്. ഭവ്യ, കാര്യത്തിൻ്റെ ഗൗരവം നിനക്കറിയില്ലേ? നിന്നെ ഇറക്കിക്കൊണ്ട് വന്നാലും നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് നീ ഓർത്തിട്ടുണ്ടോ? ഞാനിന്നും അഖിലിൻ്റെ ശമ്പളക്കാരനാണ്, വെറും ഒരു കമ്പനി സ്റ്റാഫ്. നമ്മളിപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ ഉള്ളത് കൂടെ ഇല്ലാതെയാകും. ഇപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിനക്ക്? പ്ലാനിംഗ് പ്രകാരം മുൻപോട്ട് പോയാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് സുഖമായി ജീവിക്കാം. നിരാശയോടു കൂടിയാണ് അവൾ ഫോൺ കട്ട് ചെയ്തത്. ജീവനേക്കാൾ അധികം തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനെ വേണോ, അതോ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് വാക്കുകൊടുത്ത കാമുകനോടുള്ള വാക്ക് പാലിക്കണമോ എന്ന ചിന്ത അവളെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു. തൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ മകനുമായി ഉറപ്പിച്ച കല്യാണത്തിന് എതിർപ്പ് പറയാതിരുന്നത് കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് മുതൽ മുടക്കാൻ കഴിയാത്ത വിധത്തിൽ അച്ഛൻ കുത്തുപാള എടുത്ത് നിന്നതും കൊണ്ട് മാത്രമായിരുന്നു. മൂലധനമുണ്ടായിരുന്ന വീടും പറമ്പും അഖിലേട്ടൻ്റെ പേരിലേക്കാണ് എഴുതി കൊടുത്തതും. അഖിൽ നട്ടു നനച്ചു വളർത്തിയ ബിസിനസ് ശാഖകൾ കിളിർത്തു പൂവിട്ട് തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ ഈ ലോകത്തു നിന്നും പോയി മറിഞ്ഞിരുന്നു. ഓരോ കാരണങ്ങളും പറഞ്ഞ് അഖിലിനെ അവൾ മനഃപൂർവ്വം തന്നിൽ നിന്നും അകറ്റി. ഒരു പൂമെത്തയിൽ ആഘോഷിക്കേണ്ട മധുവിധരാവുകൾ തലയിണ വരമ്പുകളാൽ തട തീർത്തിരുന്നു അവൾ. അവളുടെ മനസ്സിന് ഇഷ്ടമല്ല ഈ ബന്ധം എന്നറിഞ്ഞതുകൊണ്ടാകണം അവനിൽ തന്നെ ഒതുങ്ങാൻ ശീലിച്ചു തുടങ്ങി. പലതും കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും ഭവ്യയ്ക്ക് ഇന്നോളം ഒരു കുറവും വരരുതെന്നവന് നിർബന്ധമുണ്ടായിരുന്നു. അവളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ സമയം കൊടുക്കുകയാണ് അവനും ചെയ്തത്. അഖിൽ പ്രതീക്ഷയുടെ പുൽനാമ്പുകളെ വളമിട്ട് വളർത്തുമ്പോൾ ഭവ്യ അവനില്ലാത്ത രാവുകളിൽ തൻ്റെ കാമുകന് പൂമെത്ത വിരിക്കുകയായിരുന്നു ചെയ്തത്. ഭർത്താവിനെ ഒരു കയ്യകലം നിർത്തി സ്നേഹിക്കുവാനോ അവൾ മറന്നില്ല. അഖിലും അവളിൽ നിന്നും അതേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അവളുടെ പുഞ്ചിരിച്ച മുഖം മാത്രമാണ് അവനും ആഗ്രഹിച്ചത് എന്ന പോലെ അവൻ അവളിൽ പൂർണ്ണ സന്തോഷവാനായിരുന്നു. ബിസിനസ് ടൂർ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടങ്ങിവരവിൽ അഖിൽ കണ്ട ആ ദൃശ്യം അവൻ്റെ ദേഹമൊട്ടാകെ തളർത്തും വിധമുള്ളതായിരുന്നു. വിശ്വസ്തനായ തൻ്റെ കമ്പനി സ്റ്റാഫായ അശോകിനൊപ്പം കെട്ടിപ്പിടിച്ചിരുന്ന് ബൈക്കിൽ കറങ്ങുന്ന കാഴ്ച അവൻ്റെ നെഞ്ചകം പിളർത്തിക്കൊണ്ടിരുന്നു. അവനെ കണ്ടതും ഒരക്ഷരം മിണ്ടാതെ ആ കാറിലേക്ക് കയറിയിരുന്നു കൊടുക്കുകയാണ് അവൾ ചെയ്തതും. തൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അവളിൽ ഉത്തരമുണ്ടാകില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൻ അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ പിറകെ തേടി പോകാതിരുന്നതും. പക്ഷെ അഖിലിൻ്റെ മൗനം ഭവ്യയിൽ സൃഷ്ടിച്ച കോളിളക്കം ചെറുതൊന്നുമായിരുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും ഒരു വാക്കുകൊണ്ട് പോലും തന്നെ നോവിക്കാത്ത തൻ്റെ ഭർത്താവിനെ അവളും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. കാമുകൻ പറഞ്ഞ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്താൻ തന്നെ അവൾ തീരുമാനമെടുത്തു. ശാരീരികമായി അഖിലുമായി ബന്ധപ്പെട്ട് ഗർഭം ധരിച്ച് തഞ്ചത്തിൽ സ്വത്തുക്കളുടെ അവകാശം തന്നിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷെ അവളിലെ കുറ്റബോധം ഒന്നിനും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് അഖിലും ചെയ്തിരുന്നത്. തൻ്റെ അവിഹിതത്തിൻ്റെ കെട്ടഴിച്ച് അഖിലിൻ്റെ കാൽക്കൽ വീണവൾ ആവർത്തിച്ച് കീഴുമ്പോൾ താങ്ങി നിർത്തിയവൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു നിമിഷത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് എന്ന്. അന്നായിരുന്നു അവരുടെ ആദ്യരാത്രി. ഇരുദേഹവും ഇഴപിരിഞ്ഞപ്പോൾ ആദ്യമായി അയാൾ മനസംതൃപ്തിയുടെ കൊടുമുടിയിലേറി. ആ രാത്രിയെ ആഘോഷമാക്കി വെളുപ്പിച്ചെടുക്കുമ്പോഴും ഇരുമേനിക്കൊപ്പം ഇരുമനസ്സും ഒന്നായി മാറിയിരുന്നു. എന്നിരുന്നാലും തൻ്റെ കാമുകനെ പൂർണ്ണമായി ഒഴിവാക്കുവാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അന്ന് കൊടുത്ത ആ വാക്ക് ഇന്നവൾക്കൊരു ശാപമായി വന്നു ഭവിച്ച പോലെ തോന്നി. താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തനിക്ക് നൽകണേ എന്നുള്ള അവളുടെ പ്രാർത്ഥന അറം പറ്റിയ പോലെയാണവൾ സ്റ്റെയർകേഴ്സിൽ നിന്നും കാൽ തെറ്റി താഴേക്ക് വീണത്. പിൻകഴുത്തിൽ ക്ഷതമേറ്റ അവളെ താങ്ങിപ്പിടിച്ചവന് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ പാതി ചലനശേഷിയുള്ളവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. തന്നെ ICUവിൽ നിന്നും വാർഡിലേക്ക് മാറ്റുമ്പോഴും തൻ്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പരിചരിക്കുന്ന ഭർത്താവിനോട് അവൾക്ക് അളവറ്റ ബഹുമാനം തോന്നിയിരുന്നു. പാതി ചുണ്ടനക്കത്തിൽ അവൾ ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും അവൻ ശ്രദ്ധയോടെ കേട്ടുനിന്നു. മുറിഞ്ഞ ശബ്ദത്തോടു കൂടി അവൾ ആ ചോദ്യം ചോദിച്ചു, ഒരു പെണ്ണ് അധപ്പതിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ ചെയ്തു കൂട്ടിയിട്ടും ഏട്ടൻ എന്തുകൊണ്ടാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അഖിലിൻ്റെ ചുണ്ടിലൊരൽപ്പം പുഞ്ചിരി വിരിഞ്ഞു. മറുപടിയായവൻ പറഞ്ഞത് ഒരു കുഞ്ഞു കഥയായിരുന്നു. ഭവ്യ, എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. എൻ്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ പൂച്ചയെ. പക്ഷേ ഈ പൂച്ചയുടെ ഒരു സ്വഭാവം എന്താണെന്നറിയാമോ? എത്ര സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയാലും അത് കട്ട് തിന്നും. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസത്തിൻ്റെ അലകൾ തിരയടിച്ചു മറിഞ്ഞുകൊണ്ടിരുന്നു. അവൻ ബാക്കി തുടർന്നു, എങ്കിലും അച്ഛനാ പൂച്ചയെ വെറുത്തില്ല. കട്ട് തിന്നാതിരിക്കാൻ ഭക്ഷണപാത്രം സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റിവെച്ചു. പക്ഷേ ആ കള്ളിപ്പൂച്ച
കട്ട് തിന്നുന്നത് ആ ശീലം നിർത്തിയില്ല. അതും പറഞ്ഞവൻ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിറിഞ്ച് പുറത്തേക്കെടുത്ത് അവൾക്ക് നേരെ ഒരു വില്ലൻ നോട്ടം പാസാക്കി. എന്നിട്ട് വീണ്ടും ആ കഥ പൂർത്തിയാക്കാൻ തുടങ്ങി. പിന്നെയൊക്കെ അച്ഛൻ ആ പൂച്ചയെ മടിയിലിരുത്തി ചോറ് കൊടുക്കും. അഖിലിൻ്റെ കൈകൾ മെല്ലെ അവളുടെ മുടിയിഴകളിൽ തലോടി തഴുകിക്കൊണ്ടിരുന്നു. പാതി മടങ്ങിയ ആ കൺപോളകൾ ഭീതിയാൽ വിറകൊണ്ടു. അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് അച്ഛൻ തൻ്റെ കയ്യിലിരുന്ന ആ വിഷക്കുപ്പിയിലെ വിഷം ആ കള്ളിപ്പൂച്ചയുടെ പാത്രത്തിൽ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്തോടെ കൊടുത്തതുകൊണ്ട് കാരണം പൂച്ചയത് വിഷമാണെന്നറിയാതെ ആർത്തിയോടെയെല്ലാം അകത്താക്കി. അവൻ അവളുടെ വലം കൈയിൽ മുറുക്കി പിടിച്ചിട്ട സിറിഞ്ച് തളർന്നു കിടന്ന സിരകളിലേക്ക് കുത്തിക്കയറ്റി. ആർത്തനാദത്താൽ അവൻ അട്ടഹസിച്ചു. ആ 4 ചുവരുകൾക്കുള്ളിൽ അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിലവൻ മുഴിഞ്ഞു. കട്ട് തിന്നണ കള്ളിപ്പൂച്ച വിഷം തീണ്ടി തന്നെ ചാകണം. അവളുടെ ശരീരമാകെ തളർന്നു. കണ്ണുകൾ മലർന്നു. പതിയെ പതിയെ അവൾ ഘോരമായ നിദ്രയിലേക്കാണ്ടു. അഖിൽ തൻ്റെ കാമുകിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഇനിയൊരു മറയുടെ ആവശ്യമില്ല നമുക്ക്. അവൾ ഭവ്യ, ഇനി അവളില്ല. അപ്പോഴും ഭവ്യയുടെ ഫോണിലേക്ക് അശോകിൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ തുരുതുര പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് സുഖമായി ഒരുമിച്ച് ജീവിക്കാം. നാളെ അവൻ്റെ ശവം കാണാം നമുക്ക് ഏതേലും ഹൈവേയിൽ. അവൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അഖിൽ എന്ന ചാപ്റ്റർ നാളെ ക്ലോസ് ആകും. നാളെ നിന്നെ കൊണ്ടുപോകാനായി ഞാൻ വരും, കാത്തിരിക്കുക എന്നതായിരുന്നു ആ മെസ്സേജുകൾ. തൻ്റെ കാമുകിക്കൊപ്പം ആ കാറിലേക്ക് കയറും മുമ്പേ അയാൾ അവളോടായി പറയുന്നുണ്ടായിരുന്നു, ഇത്തിള് പിടിച്ച മരത്തിൽ നിന്നും ഇത്തിളിനെ മാത്രം നീക്കം ചെയ്തിട്ട് കാര്യമില്ല, ആ മരത്തെ വേരോടെ തന്നെ പിഴുതെറിയണമെന്ന്. അവൻ ഫോണെടുത്ത് കൊട്ടേഷൻകാരായ തൻ്റെ സുഹൃത്ത് ഷാജിയോടിങ്ങനെ പറഞ്ഞു. തീർത്ത് കളഞ്ഞേക്കണം, അവൻ അശോക് ഇനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. അഖിൽ തൻ്റെ കാമുകിക്കൊപ്പം ബ്രേക്കില്ലാത്ത കാറുമായ ചുരത്തിലേക്ക് മറിഞ്ഞ് വെണ്ണീറായി മാറിയപ്പോൾ അശോകിനെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കുകയായിരുന്നു അവിടെ ഷാജി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.